ഹായ്, എൻ്റെ പേര് ഇതിഹാസ് ജെ. ബാങ്ക് എക്സാമിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ചിങ് സെൻറ്റേഴ്സിന് തിരയുകയായിരുന്നു. അപ്പോഴാണ് ICD പറ്റി അറിയുന്നത്. എൻ്റെ വീട്ടിൽ നിന്നും പറയുകയും ചെയ്തു, എന്തായാലും ഇതിൽ നിന്ന് പ്രിപ്പയർ നോക്കാൻ പറഞ്ഞു. ഞാൻ അവരുടെ വാക്കും എൻ്റെ ഒരു ഇതിൽ നിന്നും മനസ്സിലാക്കിയ ഇൻഫോർമേഷൻസ് വെച്ചും അതിൽ ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ICDയിൽ ഓഗസ്റ്റ് 15 തന്നെ ജോയിൻ ചെയ്തിരുന്നു. സോ ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ എനിക്ക് ആദ്യം എപ്പോഴും ബുദ്ധിമുട്ട് എന്ന് പറയുന്ന പ്രിലിംസ് എക്സാം തന്നെയായിരുന്നു. എനിക്ക് സ്പീഡും അക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ മാക്സിമം ഡെയിലി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നെ അങ്ങനെ എൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തത് IPS ക്ലർക്കായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ആയി തുടങ്ങിയത്. പ്രിലിംസ് ക്ലിയർ ആയപ്പോൾ തൊട്ട് ഞാൻ മെയിൻസിന് പഠിക്കാൻ തുടങ്ങിയിരുന്നു. ആ ടൈമിൽ തന്നെ എൻ്റെ ഇവിടുത്തെ 6 months കോച്ചിങ് കഴിഞ്ഞു മെയിൻസിൻ്റെ രീതിയിലുള്ള കോച്ചിങ് പഠനമായി ഇവിടെ. സോ ഈ വർഷം ഞാനും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം തന്നെ എനിക്ക് പറയാനുണ്ട്. കാരണം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ഇതിൻ്റെ പ്രിലിംസും മെയിൻസും എഴുതിയിട്ടുണ്ട്, ക്വാളിഫൈയും ചെയ്തു. ഞാനിപ്പം RRB ക്ലർക്ക് പ്രൊഫഷണലി അലോട്ടഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ പഠനം ഇവിടെ നിർത്തുന്നില്ല. എനിക്കിനി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. എനിക്കിനൊരു എന്തായാലും പ്രൊബേഷണൽ ഓഫീസർ പൊസിഷനിലോട്ട് നീങ്ങണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. എൻ്റെ എല്ലാ കൊളീഗ്സിനോടും ഫ്രണ്ട്സിനോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ബി കോൺഫിഡൻറ്റ്, പ്രിപ്പറേഷൻ നിർത്താതിരിക്കുക. എന്ത് താഴ്ച വന്നാലും എന്തായാലും ഒരു ഉയർച്ച കാണും. സോ അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.